ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ സ്റ്റഡി വിത്ത് മ്യൂസിക്. അപ്പോൾ ഇന്നത്തെ ഫിസിക്സിൻ്റെ എക്സാം കഴിഞ്ഞു. എന്തോ പറയാൻ, അത്ര എളുപ്പമായിട്ട് എനിക്ക് തോന്നിയില്ല. ടഫാണോ എന്ന് ചോദിച്ചാൽ ഏറ്റവും വലിയ കുഴപ്പമെന്ന് വെച്ചാൽ ഇത് വന്നതാണ്, ന്യൂമറിക്കൽസ് കൂടുതൽ വന്നതാണ്. എല്ലാത്തിനകത്തും കുറേ കണക്കായിരുന്നു. അപ്പോൾ എനിക്ക് ഇതിനകത്തിൽ 5000 ആംപിയറൊക്കെ വരെ കിട്ടി. അത് ഞാൻ ചെക്കൊക്കെ ചെയ്ത് നോക്കിയപ്പം അത് തെറ്റാണ്. അങ്ങനെ എൻ്റെ തെറ്റല്ല എന്ന് വെച്ചാൽ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസാണ്. പിന്നെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല, കാരണം ഒരു ക്വസ്റ്റ്യൻ്റെ സബ്ബായിട്ടാണ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ വരുന്നത്. അതിൻ്റെ എ പാർട്ട് നമുക്കറിയാം, പക്ഷേ മാർക്ക് കൂടുതൽ കണക്കിനായിരിക്കും. അങ്ങനെയുള്ളൊരു കുഴപ്പമുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഒന്നാമത്തെ ആൻസർ UV, അതൊക്കെ എളുപ്പമായിരുന്നു. ഫസ്റ്റ് പാർട്ടിൽ എനിക്ക് ഒരെണ്ണം തെറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് നോർത്ത് പോൾ ആയതുകൊണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. പിന്നെ ഇതെനിക്ക് തെറ്റി, ഇൻക്രീസസ് ആണ് ഞാൻ എഴുതിയത്, പക്ഷേ ഡിക്രീസസ് ആണെന്നാണ് തോന്നുന്നത്. പിന്നെ ഇത് റിഫ്ലക്ഷൻ ടെലിസ്കോപ്പ്. പിന്നെ രണ്ടാമത്തേത് പോളറൈസറൊക്കെയാണ്. അത് കഴിഞ്ഞ് പോളറൈസേഷൻ. പിന്നെ എട്ടാമത്തേത് 1.87 × 10⁻12 എന്ന് കിട്ടും. അത് കറക്റ്റായിരുന്നു. അത് കണ്ടുപിടിക്കേണ്ട നമ്മുടെ Q=NE ഇല്ലേ, ആ ഒരു ഇത് വെച്ച്. പിന്നെ ഡിഫറൻസ്, ഇലക്ട്രിക് ഫീൽഡിനെ മാഗ്നറ്റിക് ഫീൽഡിന് ഡിഫറൻസ് എഴുതാൻ അതൊന്നും കുഴപ്പമില്ല. പിന്നെ ഗോസസ് ലോ, അത് മാഗ്നറ്റിസത്തിൻ്റെത്. പിന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടിൻ്റെ ആ ഒരു ഡെഫിനിഷൻ ഞാൻ അവിടെ ചെന്നപ്പോൾ അങ്ങ് മറന്നുപോയി. അപ്പോൾ അത് ഒപ്പിച്ചെഴുതിയിട്ടുണ്ട്, അതിന് മാർക്ക് കിട്ടുമോ അറിയത്തില്ല. പിന്നെ 12ാമത്തേത് ഞാൻ ഇന്നലെ സൈലത്തിൻ്റെ ലൈവിൽ ഞാൻ ജസ്റ്റ് അങ്ങോട്ട് കയറി നോക്കിയപ്പം സൂപ്പർ 60 അതിലാന്ന് തോന്നുന്നു ഈ ഒരു ക്വസ്റ്റ്യനാണ് കറക്റ്റ് വന്നത്. അപ്പോൾ അതുകൊണ്ട് അത് എഴുതാൻ പറ്റി. ഇല്ലെങ്കിൽ ഏത് അപ്ലൈ ചെയ്യേണ്ടതെന്ന് പോലും അറിയത്തില്ലായിരുന്നു. പിന്നെ 13ാമത്തെ എനിക്ക് വരയ്ക്കാൻ അറിയത്തില്ലായിരുന്നു. ഞാനത് പഠിച്ചുകൊണ്ടല്ല പോയത്. സിമ്പിൾ മൈക്രോസ്കോപ്പും കോമ്പൗണ്ട് മൈക്രോസ്കോപ്പും നോക്കിയില്ല. പിന്നെ 14ാമത്തേത് പോയിൻ്റ് ആണെന്ന് തോന്നുന്നു. പോയിൻ്റ് അല്ലേ, അപ്പം അത് സ്പെറിക്കലാണെന്ന് തോന്നുന്നു. പക്ഷേ ലൈറ്റ് ഡൈവേർജിങ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വെച്ച് ലൈറ്റിൻ്റെ ആ ഒരു ലീനിയർ ഇതായിരിക്കും എന്നൊക്കെ വിചാരിച്ച്. പക്ഷേ അത് സ്പെറിക്കലാന്ന് തോന്നുന്നു. പിന്നെ B പ്ലെയിനാന്ന് തോന്നുന്നു. പിന്നെ 15ാമത്തേത് അതിൻ്റെ B എനിക്ക് തെറ്റിയെന്ന് തോന്നുന്നു. B തെറ്റി. ഫെർമിയുടെ അല്ല, അത് തെറ്റല്ലെന്ന് തോന്നുന്നു. അല്ല, തെറ്റല്ല. പിന്നെ ഞാനത് ഇവിടെ വെച്ച് വട്ടമിട്ടതാണ്. കണക്കുകളെല്ലാം മിക്കതും വട്ടമിട്ട് വെച്ചിട്ടുണ്ട്, എക്സാം ഹോളിൽ വെച്ച് തന്നെ. കാരണം എനിക്ക് സംശയം ഉണ്ടായിരുന്നു എല്ലാം ചെയ്യാൻ നേരം. പിന്നെ 15ാമത്തേത് എനിക്ക് വലിയ കോൺഫിഡൻസ് ഇല്ല. A ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല, B ശരിയാണ്. പിന്നെ 16ാമത്തേത് 10⁻⁴ വേറെയാണെന്ന് തോന്നുന്നു. 16ാമത്തേത് ശരിയാണ്, ഡയോപാര ഫെറോമാഗ്നറ്റ്. അത് നമ്മൾ ഷുവർ ക്വസ്റ്റ്യൻസിനകത്തൊന്നല്ലേ. പിന്നെ 17ാമത്തേത് സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെത് ഹെൻറി. അതിൻ്റെ Bയുടെ ഏതാണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലായിരുന്നു. പിന്നെയാണ് മനസ്സിലാകുന്നത് U=Li²/2 ആ ഒരു ഇക്വേഷൻ കണ്ടാണ് ഡെറൈവ് ചെയ്യേണ്ടത്. അത് ചെയ്തു, പക്ഷേ ആ ചെയ്തു വന്ന വഴി തെറ്റാണെന്ന് തോന്നുന്നു. അതിന് പേപ്പർ കിട്ടുമ്പോൾ അറിയാം. പിന്നെ 18ാമത്തെ എളുപ്പമായിരുന്നു, അത് ചെയ്തിട്ടുണ്ട്. അതിൽ ആകെ കുഴപ്പം വന്നത് ഈ V=Vm sin ωt വെച്ച് ചെയ്യാനായിരുന്നു. ഞങ്ങൾ E0 sin ωt വെച്ചിട്ടാണ് sin ωt വെച്ചിട്ടാണ് പഠിച്ചത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. B0. പിന്നെ 19ാമത്തെ ലെൻസ് മേക്കേഴ്സ് ഫോമിൽ എഴുതി, പക്ഷേ ഇത് ഞാൻ ഈ കണക്ക് ഞാൻ ചെയ്തില്ല, കാരണം ഞാൻ ചെയ്തിട്ടും കിട്ടുന്നില്ല. വെറുതെ സമയം കുറേ പോകണ്ടെന്ന് വിചാരിച്ച് ഞാൻ അത് ചെയ്തില്ല. അപ്പോൾ ആ 2 മാർക്ക് അങ്ങനെ പോയി. പിന്നെ 20ാമത്തേത് ഡാർക്ക് ബാൻഡ് ലൈറ്റ് ബാൻഡ്. അത് കൺസ്ട്രക്റ്റീവ് ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസിൻ്റെ ആണ്. ഈവൻ ആൻഡ് ഓഡ് മൾട്ടിപ്പിൾ, അതിൻ്റെ എഴുതിയാൽ മതി. പിന്നെ അതിൻ്റെ B ശരിയാണെന്ന് തോന്നുന്നു. 6 × 10⁻⁷ തന്നെയാണെന്നാണ് തോന്നുന്നത്. 21ാമത്തേത് മൈക്രോവേവ് ഓവനിലോ റഡാർ സിസ്റ്റത്തിലോ ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ B തെറ്റാണ്. അത് ഫ്രീക്വൻസി തന്നിട്ട് ഞാൻ C=B/E എന്നെങ്ങാണ്ടുള്ള ഇക്വേഷൻ വെച്ചാൽ ചെയ്തേ. അത് തെറ്റായിരിക്കും, മിക്കവാറും തെറ്റായിരിക്കും. പിന്നെ 20 സെക്കൻഡ് ചെയ്തില്ല, അത് വലുതായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ 20 സെക്കൻഡ് ചെയ്തില്ല. പിന്നെ 23ാമത്തെ കറക്റ്റാണ്. 24ാമത്തേതിൻ്റെ B തെറ്റായിരിക്കും. ഇതെല്ലാം കണക്കുകളെല്ലാം തെറ്റിയിരിക്കുന്നത്. 25ൻ്റെ B അതും തെറ്റായിരിക്കും. പിന്നെ ബാക്കി എൻ്റെ A ശരിയാണ്. അപ്പം സത്യത്തിൽ മൊത്തത്തിൽ ഒരു 10 മാർക്ക് പോകാനുള്ളൊരു കോള് ഞാൻ കാണുന്നുണ്ട്. കാരണം വല്ലാത്തൊരു പരീക്ഷയായിരുന്നു. എല്ലാവർക്കും എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം. എനിക്കത്ര സുഖകരമായിരുന്നില്ല. അപ്പം അടുത്ത ദിവസത്തെ പരീക്ഷയായിട്ട് ഇനിയും കാണാം. അടുത്ത ദിവസത്തെ പരീക്ഷയുടെ വീഡിയോ ആയിട്ട് ഇനിയും കാണാം. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.